സ്നേഹനിധിയായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ലൊരു പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. ഇപ്പോൾ അങ്ങേ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ. ആത്മാവിൽ എരിവുള്ളവരായി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ കാണുവാനുള്ള അവസരമായി ഞങ്ങൾ പൂർണ്ണമായും തിരിച്ചറിയുന്നപ്പാ. ഞങ്ങളുടെ ഓരോ സ്തുതിയും സ്തോത്രവും അങ്ങ് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സാധ്യത ഒരുക്കണമേ. ആത്മാവിൽ എരിവുള്ളവരായി തീരുവാൻ, അഭിഷേകം പ്രാപിക്കുന്ന അനുഭവമുള്ളവരായി തീരുവാൻ ഞങ്ങളങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും തക്ക സമയത്ത് കൂട്ടിച്ചേർക്കണമേ. ഇന്നത്തെ ആരാധനയിൽ ഉണർവിൻ്റെ അനുഭവം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, അഭിഷേകം കൂട്ടായ്മ നൽകി ഞങ്ങളെ ശക്തീകരിക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നതിനായി നന്ദി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം എൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവനെന്ന ആത്മീയഗാനം ചേർന്ന് പാടാം. സഭയുടെ പാഠപുസ്തകത്തിലെ 13-ാമത്തെ ഗാനം. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം എൻ യേശുവത്രേ, ഞാനവൻ കൈകൾ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം എൻ യേശുവത്രേ, ഞാനവൻ കൈകൾ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ എന്ന ഗാനം ചേർന്ന് പാടാൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഹല്ലേലൂയ. യേശുവേ, രാജാതിരാജ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നപ്പാ, ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ.
യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. രണ്ടാമത് പേർ എവിടെ കൂടി വന്നിരുന്നാലും ആയവരുടെ മധ്യ കടന്നു വരാവുന്ന വാഗ്ദത്ത സ്വർഗീയപിതാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ആരാധന, ആരാധന, ആരാധന വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മുഴങ്കൽ മടക്കിയിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. അപ്പാ, അപ്പാ, അങ്ങേ ഞങ്ങൾ കർത്താവെ കാണുകയാണ്. 7 നിലവിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചണിഞ്ഞ് അങ്ങേ ഞങ്ങൾ കാണുകയാണ്. അപ്പാ, അങ്ങേ കാണുന്ന മാത്രയിൽ വസ്ത്രതരത്വങ്ങൾ തൊട്ട സ്ത്രീ സൗഖ്യമായതുപോലെ ഈ പകൽക്കാലം ഞങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേൽ കർത്താവ് ഇടപെടണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾക്ക് സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ മറ്റാരുമില്ല. യേശു രാജാതി രാജാവ് മാത്രമാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പാ, ഈ പകൽക്കാലം പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആത്മീയതയ്ക്ക് മേലുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആരാധന വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിന്റെ ശക്തി ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ആരാധിക്കുവാനുള്ള ഒരു ദൈവകൃപ ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിന്റെ ആരാധന ലഭ്യമാകട്ടെ. കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കുറെ സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. ആത്മാഭിഷേകം, അഭിഷേകത്തിന് നിറവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ
നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും എന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഇവിടെ വേദഭാഗം പറയുന്നു, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ്. ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അവൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. എങ്ങനെ സന്തോഷമായി തീരും? 21-ാം വാക്യം, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുകയില്ല. ഈ വചനം പറഞ്ഞ് നിർത്തുകയാണ്. അമ്മയ്ക്ക് പ്രസവവേദന വരുമ്പോൾ വേദനയാണ്, അത് അവസ്ഥയാണ്, സാഹചര്യമാണ്. പക്ഷേ അതിനൊരു എന്താ പറയുക, ഒരു അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരും. കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും മറക്കുവാൻ അവിടെ വഴിയൊരുങ്ങും. അതുപോലെ ഏതെങ്കിലും മനസ്സിന് അസ്വസ്ഥത ഉളവാക്കുന്ന കഷ്ടങ്ങളോ പ്രശ്നങ്ങളോ നാം അഭിമുഖീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന്. ഒരു മാറ്റം ദൈവം തരും. വിഷയങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടേതായ പ്രാർത്ഥനകൾ കർത്താവ് കൂടെയുണ്ട്. ഇന്നത്തെ വേദഭാഗം പറയുന്നു, അപേക്ഷിപ്പിൻ, ദൈവം നടത്തും, വിശ്വസിപ്പിൻ, മറുപടി ലഭിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവ് പരിശുദ്ധാത്മാവാം ത്രിയേകദൈവത്തിന് അനുഗ്രഹവും കൃപയും സമാധാനം ഇന്നും എന്നേക്കും നാം ഏവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.